ഡ്രമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള, പക്ഷേ ഈ ഡ്രമ്മർ എന്ന് പറയുന്നത് വലിയ ശിവമണിയെ പോലെ വലിയൊരാളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദിസ് ഗൈ ഈസ് എ കിഡ് only 12 years old. We've got drummer Jiten Arun with us. Jiten. Hi Jiten. Welcome to Hit 96.7 FM. First of all, welcome to Dubai as well. Thank you so much. Thank you so much for calling me here. ജിതൻ ആക്ച്വലി നാട്ടില് ബാംഗ്ലൂരിലാണ്. ഇപ്പൊ ചെറിയൊരു വിസിറ്റില് മോം ഒരു കോൺഫറൻസ് ആയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ജിതൻ കൂടെ വന്നിരിക്കുകയാണ്. ജിതൻ ആക്ച്വലി ഡ്രമ്മറാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഡ്രമ്മിങ് പഠിക്കുന്നുണ്ട് അല്ലേ? സോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 7th ആണ്. 7th ആണ്. ഓക്കെ. ശരിക്കും നാട്ടിൽ എവിടെയാണ് ഇപ്പോ? നാട്ടില് ലൈക് റൂട്ട്സ് ആർ ഫ്രം കേരള ഓൺലി, അതർവൈസ് ബാംഗ്ലൂർ. But where in Kerala? കൊച്ചി. കൊച്ചിക്കാരനാണത്. ഫസ്റ്റ് കൊച്ചിക്കാരനാണ്. ഞാനും കൊച്ചിക്കാരനാണ്. അപ്പൊ അങ്ങോട്ട് കാര്യം വരണ്ടെന്ന് പറഞ്ഞു. അതെ. ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കുട്ടികളുടെ അടുത്തൊന്നും പറയരുത്. അല്ല ലിസൺ, അപ്പൊ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഹൂ ഡിസ്കവേർഡ് യു ദാറ്റ് യു കൻ ആക്ച്വലി ഡ്രം? കാരണം വീട്ടിൽ ആരെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. എന്റെ ആന്റ്, ബിക്കോസ് always before I used to play on pans, pots, make beats, make tunes. അങ്ങനെയാണ് എൻ്റെ ആന്റ് പറഞ്ഞ് ഡ്രംസ് ചെയ്യണം, ബിക്കോസ് എനിക്ക് ഒരു ഗുഡ് റിതം ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൂടുതൽ ഇഷ്ടമായി. സോ making beats is very fun, making tunes is very nice. So drums start ചെയ്ത് കൂടുതൽ ഗുഡ് ആയി. വെരി ഗുഡ്. അപ്പൊ ഈ ഇപ്പൊ എത്ര വർഷമായി ജിത്തിന് ഇതിപ്പം സ്റ്റാർട്ട് ചെയ്യും? ഇപ്പം 4 years ആയി. സോ ഇപ്പൊ ഈ ഒരു നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലും ഈ പെർക്കഷൻ, താളം എന്ന് പറയുന്നതാണ് ഒരു എന്താ പറയാ, ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ സംഗീതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന്. അപ്പൊ നന്നായിട്ട് താളബോധമുള്ള ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഗീതം ഉണ്ടാക്കാൻ വരെ കഴിവുണ്ടാവുന്നതാണ്. കമ്പോസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ തമൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, തമൻ ബോയ്സിലൊക്കെ അഭിനയിച്ച ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ തമൻ ആക്ച്വലി ഒരു പെർക്കഷനിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോഗ്രാമർ ആയത്, ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയത്. ബേസിക്കലി ഹീസ് എ പെർക്കഷനിസ്റ്റ്. ശിവമണി അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സോ അദ്ദേഹം ഒരു പെർക്കഷനിസ്റ്റ് ആണ്. അതേപോലെ പാട്ടുകൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള താല്പര്യം ഉണ്ടോ? അതെല്ലാം ഉണ്ട്. സോ ജസ്റ്റ് ഒരു ട്യൂൺ എടുക്കാം, ലൈക്ക് അത് ട്യൂൺ ഒരു ലൂപ്പറിൽ ഇടാം, ഒരു കുറച്ച് ദർബുക്ക, ഒരു കഹൂൻ, ഒരു മരുമ്പ, കുറച്ച് ട്യൂൺസ് ഇടാം, ഒരു നല്ലത് പാട്ടാവും. അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പം കുറച്ചു നേരം സംസാരിച്ച സ്ഥിതിക്ക് നമുക്കിനി പതുക്കെ നമ്മുടെ ആയുധം എടുത്താലോ കയ്യിലേക്ക്? ഡ്രമ്മർ ആണല്ലോ, അപ്പൊ നമുക്ക് ഡ്രം എടുത്താലോ? ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ ഇപ്പം ഇവിടെ 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. കാരണം ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ ആണ് ജിത്തിൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ജിത്തിൻ ആക്ച്വലി ഡ്രം കിറ്റ് വേണം. ഇപ്പൊ കിറ്റും കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ജിത്തിന് തൽക്കാലം ഇവിടെയുള്ള എന്റെ ഡ്രംസ് ഒക്കെ കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ജിത്തൻ യു ഗോണ സ്റ്റാർട്ട് അല്ലേ? ഫൈൻ. കണ്ടാ പറയൂല അല്ലേ? ആള് മാറി. കൊച്ചുകുട്ടിയല്ല. ബാംഗ്ലൂരില് എവിടെയൊക്കെ പെർഫോം ചെയ്യുന്നത്? സ്കൂളിലും? സ്കൂൾ, കോളേജിൽ, ഏത് ഗിഗ്സും ഉണ്ട്. അത് ഒരു പബ്ബും ഉണ്ട്, ഗില്ലീസ്. പക്ഷെ അവിടെ കേറാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ബട്ട് പെർഫോമർ ആണ്. അത് അങ്ങനെ ഒരു അസുലഭ അവസരവും കൂടെ കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. ഇതാണെങ്കിൽ ജോൺ നേരത്തെ ഡ്രമ്മിംഗ് ബട്ട് ഗുഡ് ആക്ച്വലി, സോ ഗുഡ് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ വൺസ് കണ്ടുപിടിച്ചു, വീട്ടുകാർ കണ്ടുപിടിച്ചു ഇങ്ങനത്തെ ഒരു താളം ബോധം ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുടെ കീഴിലാണ് പഠിക്കുന്നപ്പോ? ഹൂസ് ട്രെയിനിങ് യു? So each genre correct. So ഒരു മെറ്റൽക്ക് ഒരു ടീച്ചർ ഉണ്ട്, ഒരു ജാസ്ക്ക് ടീച്ചർ ഉണ്ട്, ഒരു തിയറിക്ക് ടീച്ചർ ഉണ്ട്. സോ മൾട്ടിപ്പിൾ ടീച്ചേഴ്സ്. മാത്രമല്ല നമുക്ക് പറയാലോ, ഇപ്പൊ പെർക്കഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കൺട്രീസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് പെർക്കഷൻ ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കാം. ചെണ്ടയുണ്ട്, മൃദംഗമുണ്ട്, തബലയുണ്ട്, ഇടക്കയുണ്ട്. ഇപ്പൊ ഇങ്ങനെ മിഴാവ് എന്ന് പറഞ്ഞിട്ട് അറിയാം, ഒരു വലിയ കുടം പോലൊരു സംഭവം. നല്ല
പ്രത്യേക ശബ്ദമാണ് അതെ, അതിന്. അതെ, bass. Yeah. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആഫ്രിക്കൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് പെർക്കഷൻ വായിക്കാനായിട്ട് താളം ഉണ്ട ഒരാൾക്ക് മേശയുടെ പുറത്ത് മതി കിട്ടിയാലും അടിക്കും. മതി മതി അത് നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് ബെഞ്ചിൽ കൊട്ടിയാണല്ലോ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യും ജിതിൻ? ഞാനിപ്പം ഡ്രംസ് പ്ലേ ചെയ്യാണ്, ബട്ട് എനിക്ക് ഐ ഓൾസോ വാണ്ട് ടു ഡു സാക്സോഫോൺ. ഓ ഓക്കെ. ഒരു നല്ല ട്യൂൺ, അത് ഒരു നൈസ് ഫ്ലേവർ ഉണ്ട്, നൈസ് ട്യൂൺ. ഓ ശരി. ജിതിന് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ജോണർ ഓഫ് മ്യൂസിക് ഒക്കെ എന്തൊക്കെയാണ്? മെറ്റൽ. ഹെവി മെറ്റൽ ആണ് ഇഷ്ടം. ഹെവി മെറ്റൽ, ഹെവി മെറ്റൽ, ന്യൂ മെറ്റൽ, എല്ലാം. ഓക്കെ. ഓ മെറ്റാലിക് ആണ് അപ്പോ. ഡ്രംസിന് കൂടുതൽ പണി അവിടെ ഉണ്ടല്ലോ. അതെ 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 തകർക്കണം. ഓക്കെ, നമുക്ക് ഇനി ജിത്തിന്റെ അടുത്ത ഒരു പെർഫോമൻസ് കൂടെ കാണാം. ലെറ്റ്സ് സീ. നമുക്ക് ഇപ്പം കഹൂൺ ആകുമ്പോഴത്തേക്കും ജിത്തിൻ ആക്ച്വലി കഹൂണിന്റെ മുകളിൽ നിന്ന് പെർഫോം ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് പതുക്കെ ജിത്തിൻ can you just bring the കഹൂൺ ടു ആ സൈഡിലേക്ക് ഒന്ന് അവിടെ ഇരുന്നോളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മള് കഹൂൺ ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ദാർബുക്ക കേട്ടു. ഓക്കെ. കഹൂനി എടുത്ത് ജിത്തിന് ഇരുന്നപ്പോഴത്തേക്ക് ഫ്രെയിമിൽ നിന്ന് കുറച്ച് താഴെ പോയി വന്നിട്ടുണ്ടോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. No, it's okay. I can actually adjust the camera. Okay. Yeah, perfect. Okay, let's go. So nice. അടിപൊളിയായിരുന്നു. നമ്മളിപ്പോ ഒരുപാട് സൂപ്പർ ഹിറ്റ്സ് സിനിമകളിലൊക്കെ നമുക്ക് അറിയാവുന്ന, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ബീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഇത് കോമൺ ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. സോ എനി പെർട്ടിക്കുലർ സോങ് ലൈക്ക് യുനോ അതിന്റെ ഒരു പെർക്കഷൻ കൊണ്ട് ഭയങ്കര, ഇപ്പൊ നമ്മള് ഞങ്ങൾക്കൊക്കെ പണ്ടെന്നുണ്ടെങ്കിൽ തളപതി ഉണ്ടല്ലോ, തളപതിയിലെ തുടക്കത്തിൽ ഒരു അത് ഭയങ്കര രസമുള്ള സിഗ്നേച്ചർ സാധനമാണല്ലോ. സോ ലൈക്ക് ദാറ്റ് യുനോ ഡു യു നോ സം സോങ്സ് അങ്ങനെ കൂടുതലുണ്ട്, ബട്ട് എനിക്ക് ഒരു പെർട്ടിക്കുലർ ഫേവറേറ്റ് ഇല്ല. ബിക്കോസ് you just play. Yeah. Nice. അപ്പൊ അങ്ങനെ 12 വയസ്സ് മാത്രമുള്ള ജിത്തിന് ആക്ച്വലി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമ്മളെ നെട്ടിച്ചു. കഹൂണും ഇതൊക്കെ പ്ലേ ചെയ്തോണ്ട്. അപ്പൊ ഇനിയിപ്പം ഫ്യൂച്ചറിലും ഒരുപാട് ഇതേപോലെ തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റട്ടെ, വലിയ വലിയ ബാൻഡിന്റെ ഭാഗമാവാൻ പറ്റട്ടെ. യു ഹാവ് എനി ഡ്രീം ലൈക്ക് ദാറ്റ്? എ ബിഗ് ബാൻഡ് മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാ ഡ്രീമും ഉണ്ട്. അല്ല, ഏതെങ്കിലും ഒരു വലിയ സിംഗറിന്റെ ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്യണമെന്നോ, അല്ലെങ്കിൽ സിംഗറിന്റെ കൂടെ ഏത് സിംഗറിന്റെ കൂടെ പെർഫോം ചെയ്യാനായിരിക്കും ഇഷ്ടം? ഏത് സിംഗർ, ബിക്കോസ് ഏത് ജോണറല്ലോ, ഏത് ജോണറാലും കുഴപ്പമില്ല. അല്ല, ജോണർ ആണെന്ന് പറയാം. ഏത് ജോണറിൽ ഏത് സിംഗർ ആണെന്നല്ലേ? എനിക്ക് ലൈക്ക് ഒരു സിംഗർ വേണം, എല്ലാ ജോണർ സിംഗ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ജോണർ വേണ്ട. സോ മെറ്റൽ ഗ്രൗളിംഗ് ഉണ്ട്, ദെൻ എന്താ ബ്ലൂസില് ട്യൂൺ ഡിഫറെന്റ് ആണ്. ട്രൂലി ഐ ഡോണ്ട് നോ ഏത് സിംഗറാണ്. ആര് പാടാൻ വന്നാലും നമുക്കൊരു വിഷയമില്ല. ഇത് നല്ല ബാറ്റ്സ്മാൻമാർ അങ്ങനെ പറയുന്നത്. ആര് ബോൾ ചെയ്താലും എനിക്ക് വിഷയമില്ല, ഞാൻ അടിച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട് ജിതൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ പണ്ട് ക്ലാസ് റൂംസിൽ ഈ മേശയുടെ മുതല് അടിച്ചടിച്ചടിച്ച് അങ്ങനെ ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മളത് ഇവിടെ ചെയ്ത് നോക്കിയാലോ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. സോ ക്യാൻ യു ഡു ദാറ്റ്? ഓക്കെ. Whoa, that's amazing. I really wish that you had your drum kit with you, അല്ലേ? ഡ്രം കിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വേറെ ലെവലായ. അതെ. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഡ്രം കിറ്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നോക്കാം, അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇവിടെ റെന്റിന് കിട്ടുമല്ലോ, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ. സോ ജിതിൻ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ സ്റ്റുഡിയോ ദിസ് ടൈം. എല്ലാ സ്വപ്നങ്ങളും എല്ലാ ഡ്രീംസും ഒക്കെ ഫുൾഫിൽ ആവട്ടെ. ലോകത്തിലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോടെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നമ്മള് ശിവമണി എന്നൊക്കെ പറയുന്ന പോലെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ജിതിൻ, അരുൺ നമുക്ക് കേൾക്കുമ്പോ ജോൺ അന്ന് സ്റ്റുഡിയോയിൽ വന്നത് നമുക്ക് പറയാൻ പറ്റട്ടെ ജിതിൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ജിതിനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ